മൈ പീപ്പിൾ, വെൽക്കം ടു റാൻഡംലി റീന. ഇന്ന് നമ്മൾ 30 മിനിറ്റ്സ് ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് ജോയിൻ മീ ഇൻ ദിസ് ഫിറ്റ്നസ് ജേണി. 5 എക്സസൈസ് ഉള്ള ഒരു സെറ്റ് വെച്ച് മൊത്തം 5 സെറ്റ് വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ 45 സെക്കൻഡ് വർക്കും 15 സെക്കൻഡ് റെസ്റ്റും വെച്ച് ഓരോ സെറ്റിനിടയിലും 1 മിനിറ്റ് ലോങ് ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ കുറച്ച് പേഴ്സണൽ വ്ളോഗിങ് ചെയ്യുന്നതായിരിക്കും ഫോർ യുവർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. ആദ്യത്തെ വർക്കൗട്ട് ആം സർക്കിൾസ് ആണ്. വീഡിയോയിൽ കാണുന്നത് പോലെ 2 കൈ കൊണ്ടും വൃത്തം വരക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു രീതി. കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നിയെങ്കിലും കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൈവേദനിക്കാൻ തുടങ്ങും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു റിസൾട്ട് നമുക്ക് ലഭിക്കാം. നെക്സ്റ്റ് വർക്കൗട്ട് ആം സിസേഴ്സ് വേരിയേഷൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദൂരത്തു നിന്നേ സ്റ്റാർട്ട് ചെയ്ത് സിസർ ചെയ്തത്. നെക്സ്റ്റ് വർക്കൗട്ട് ലാറ്ററൽ ആം റേസസ് ആണ്. നമ്മൾ പൊതുവേ ഡംബൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ മുകളിലോട്ട് ആംസ് റേസ് ചെയ്യാൻ പാടില്ല. ബട്ട് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഷോൾഡറിൻ്റെ മുകളിൽ പോയാലും പ്രശ്നമില്ല. ജസ്റ്റ് നമ്മുടെ ഷോൾഡറിനെ ഒന്ന് ഫ്രീ ആക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വർക്കൗട്ടിനുള്ളത്. നെക്സ്റ്റ് വർക്കൗട്ട് ബിഗിനർ പുഷപ്പ് ആണ്. ഇതുവരെ പുഷപ്പ് ട്രൈ ചെയ്യാത്ത ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നമ്മൾ നീ പുഷപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അത്ര പോലും ശീലമില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടോ, ജസ്റ്റ് ഞാൻ അതിൽ ഒരു കാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതായത് ഞാൻ കൈ ടാപ്പ് ചെയ്തിട്ടാണ് റേസ് ചെയ്യുന്നത്. ഓരോ ടൈമും ടാപ്പ് ചെയ്തിട്ടാണ് റേസ് ചെയ്യുന്നത്. അതുപോലെ റേസ് ചെയ്യണം. കാരണം ഓരോ ടൈമും നിങ്ങൾ ആ റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2 കൈക്കും ആ ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാൻഡിങ് ഷോൾഡർ ടാപ്സ് ആണ്. സ്റ്റാൻഡ് ചെയ്ത് നമ്മൾ ഹാൻഡ്സ് കൊണ്ട് ഷോൾഡർ ടച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, പിന്നെ നമ്മൾ ഷോൾഡറിനെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കുക, സ്ട്രെങ്ത് കൊണ്ടുവരിക, ഇതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്.
നമ്മുടെ 1 മിനിറ്റ് ബ്രേക്ക് ആണ്. ഇത് അമൃത്സർ പഞ്ചാബിലെ സദാപിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഒരു മിനി പഞ്ചാബ് കൾച്ചർ ഇവർ ഇതിനുള്ളിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഇവരൊക്കെ നമുക്ക് സർസോങ്ക ചട്നിയും മക്കിക്ക റൊട്ടിയും തരും. അത് ചോളത്തിൻ്റെ റൊട്ടിയും ഈ പറഞ്ഞ കടുകിൻ്റെ ഇലേനെ കൊണ്ടുള്ള ഒരു ചട്നിയാണ്. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. ഇതിനുള്ളിൽ കാരണിക്കൽ എൻട്രി പാസ് ഉണ്ട്. ഇതൊരു മെജിഷ്യനാണ്. ഓക്കെ, പുള്ളി എൻ്റെ അടുത്ത് മാജിക് കാണിക്കുന്നതാണിത്. എൻ്റെ കയ്യിൽ 10 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അത് മൾട്ടിപ്പിൾ ആക്കിയിട്ട് തരും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല അതെവിടെ പോയി എന്നുള്ളത്. ഞാൻ ഭയങ്കര വണ്ടറായി പോയി. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം വിടാതെ പറയണം. അപ്പോൾ എൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇത് കുടഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ആ 2 കോയിന് വന്നു. എനിക്കറിയില്ല അതെങ്ങനെ വന്നു എന്നുള്ളത്. കാരണം പുള്ളി എൻ്റെ അരിയത്തോലും വന്നിട്ടില്ല. ബട്ട് ആ മാജിക് ഭയങ്കര വണ്ടറായിരുന്നു. ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, അതായത് അവരുടെ വീടുകൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സ്ട്രീറ്റുകളും വീടുകളും ഒക്കെ ഇതുപോലെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ അത് അവർ ആ ഒരു പ്ലേസിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ എക്സസൈസ് ആണ് ജമ്പിങ് ജാക്സ്. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാൻ വേണ്ടിയിട്ടും കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നെക്സ്റ്റ് എക്സസൈസ് പ്ലാങ്ക് ടു മൗണ്ടൻ ആണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണിത്. ലെഗ്, ആംസ്, കോർ ഇതൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും നമ്മൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ. വളരെ ലോ ഇൻറ്റൻസിറ്റിയിലാണ് ഞാൻ എക്സസൈസ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എല്ലാ എക്സസൈസും മോഡിഫിക്കേഷൻ ഉള്ളത്. നെക്സ്റ്റ് വർക്കൗട്ടാണ് വിൻമിൽ. കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഇത് നമ്മുടെ ഒബ്ലിക്സിനെ, അതായത് നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള ഫാറ്റിനെ റിമൂവ് ചെയ്യാനും അതുപോലെ ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. നെക്സ്റ്റ് വർക്കൗട്ടാണ് ബിഗിനർ സ്കേറ്റേഴ്സ്. വളരെ സ്ലോ ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാനിത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോഡിക്കൊരു ബാലൻസ് കൊണ്ടുവരാനും ലോവർ ബോഡിയുടെ എൻഡുറൻസ് കൂട്ടാനും ഒക്കെ ഈ എക്സസൈസ് വളരെ ഹെൽപ്ഫുൾ ആണ്. പൊതുവേ നമ്മളിത് ജമ്പ് ചെയ്ത് സ്പീഡിലാണ് ചെയ്യുക. പക്ഷേ ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് സ്ലോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഫ്ലോറിൽ ടാപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് വർക്കൗട്ടാണ് ഫയർ ഹൈഡ്രൻ. നമ്മളെ ഹിപ്പിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്.
ഈ എക്സസൈസ് നമ്മുടെ ഗ്ലൂട്ടിനെയും ഹിപ്പിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യും. വീണ്ടും നമുക്ക് സദാപിണ്ടിലേക്ക് പോകാം. ഇത് പഞ്ചാബിലെ പരമ്പരാഗത കട്ടിലാണ്. മഞ്ച എന്നാണ് ആക്ച്വലി ഇവർ ഇതിനെ വിളിക്കുന്നത്. ഒരുവിധം പരമാവധി എല്ലാ പഞ്ചാബിലെ വീടുകളിലും നമുക്കിത് മുറ്റത്ത് കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒട്ടകമാണ്. ഒട്ടകത്തിൽ റൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയത്. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് പഞ്ചാബി വീടുകളുടെ ഒരു ഡെമോ ആണ്. ഓക്കെ, അവർ ഇഷ്ടിക കൊണ്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്യുക. ഇത് അവരുടെ പഞ്ചാബി കല്യാണത്തിൻ്റെ ഒരു ഡെമോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോയാൽ ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബി കൾച്ചറെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചൂടായതുകൊണ്ടാണ് സ്പ്രിങ്ക്ലേഴ്സിൽ നിന്ന് ഇങ്ങനെ വാട്ടർ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷോപ്സ് ആണ്. പഞ്ചാബി ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ ഒരു സ്റ്റാറ്റു ആണ് അത് ആക്ച്വലി. ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഡാൻസും നൃത്തമൊക്കെ ചെയ്യാൻ പറ്റും. അവരുടെ ഒരു കൾച്ചർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇത് ആ യൂണിഫോം ഇട്ട് പോകുന്നവരാണ് നിഹംഗ് എന്ന് പറയുന്നത്. പഞ്ചാബി കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓർത്തഡോക്സ് വിഭാഗമാണ് അവർ. ഇത് സ്ട്രീറ്റിൻ്റെ ഒരു ഡെമോ ആണ്, പഞ്ചാബി വീടുകളുടെയും അവരുടെ പരിസരങ്ങളുടെയും ഒക്കെ. നമ്മുടെ ലോവർ ആർട്സിനെ അഥവാ നമ്മുടെ അടിവയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണിത്. അതിൻ്റെ മോഡിഫിക്കേഷനാണ്. വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ലെഗ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പിനും ഭയങ്കര നല്ലതാണ് ഈ ഒരു എക്സസൈസ്. നെക്സ്റ്റ് വർക്കൗട്ട് സീറ്റഡ് വിൻമിൽസ് ആണ്. നമ്മൾ നിന്ന് ചെയ്ത വിൻമിൽസിൻ്റെ ഇരുന്ന് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണിത്. ഇത് നമ്മുടെ കോർ മസിൽസിനെ, അതായത് വയറിലെ മസിൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ സൈഡിൽ നമ്മുടെ ലവ് ഹാൻഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. നെക്സ്റ്റ് വർക്കൗട്ട് റീച്ച് ത്രൂസ് ആണ്. ഇതും വയറിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എഴുന്നേൽക്കുന്ന സമയത്ത് വയറിന് നല്ലോണം പിടിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നമ്മൾ കാലൊന്നും മൂവ് ചെയ്യാൻ പാടില്ല. കാല് അങ്ങനെ തന്നെ ഫ്ലോറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എണീക്കേണ്ടത്. അപ്പം വയറിന് നല്ല രീതിയിൽ നമുക്ക് പിടിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്കിതിൽ ഫാറ്റ് ബേൺ സംഭവിക്കുക. നെക്സ്റ്റ് വർക്കൗട്ട് ബൈസിക്കിൾ ക്രഞ്ചസ് ആണ്. ഇതും വയറിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നമ്മുടെ എൻ്റെയർ അബ്ഡോമിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ടാണ് ഈ ബൈസിക്കിൾ ക്രഞ്ചസ് എന്ന് പറയുന്നത്.
ഇത് ഞാൻ ഭയങ്കര മോഡിഫൈ ചെയ്തിട്ട് സ്ലോ വേർഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ ഒരു ലെഗിനെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെഗിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പൊതുവേ അങ്ങനെയല്ല, നമ്മളത് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അങ്ങനെ മോഡിഫൈ ചെയ്ത് വെച്ചതാണ്. നെക്സ്റ്റ് വർക്കൗട്ട് ഹീൽ ടാപ്സ് ആണ്. ഇതും വയറിനെയും സൈഡ് ഫാറ്റിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കാലിൻ്റെ 2 സൈഡിലെയും ആംഗിളിനെ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളെ കോർ മസിൽസ് ഭയങ്കരമായിട്ട് ടൈറ്റായി, സൈഡൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്നത് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വീണ്ടും സദാപിൻഡിലേക്ക് പോകാം. ഇത് അവിടുത്തെ ഒരു ഡെക്കറേഷനാണ് എൻട്രൻസിലുള്ളത്, മകുടത്തിൽ വെള്ളമൊക്കെ വീഴുന്നത്. ഇത് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് സദാപിൻഡിലെ എൻട്രൻസ് ഒക്കെ ആയിട്ട് വരും ഈ ഒരു പ്ലേസൊക്കെ. പിന്നെ അവരുടെ വീടിൻ്റെ ഉള്ളിലെ ഒരു ഡെമോ ആണ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. പഞ്ചാബി വീടുകളുടെ ഒരു ഡെമോ ആണ്, കട്ടിലും ഇതൊക്കെ ആയിട്ട്. ഇത് അവരുടെ ഒരു ഉന്തുവണ്ടി പോലത്തെ ഒരു സംഭവമാണ്, അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എൻട്രൻസ് ആണ് സദാപിൻഡിലെ. ഇത് അവിടുത്തെ ഒരു വലിയ കിണറാണ് കേട്ടോ, അതിൽ കുറച്ച് വാട്ടർ ഉണ്ട്. ഇത് നിഹങ്കിൻ്റെ യൂണിഫോം ആണ്, നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് അവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫുഡും ലഭിക്കും. ഇത് പണ്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ക്യാമറ പോലെ ഒരു മെഷീനിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങളൊക്കെ മാറി മാറി വരുന്നത്, അത്തരത്തിലുള്ളൊരു സർവീസാണത്. പിന്നെ ഇത് അവിടെയുള്ള സിംഗേഴ്സ് ആയിരുന്നു, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു സോങ്. പിന്നെ വരുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡായിട്ടാണ് ഇത് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ വേറൊരു സൈഡാണ് ഈ കാണുന്നത്. അതിൻ്റെ ഓഡിറ്റോറിയത്തിനുള്ളിൽ ഈ മാരേജൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ ഡെമോ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് വീണ്ടും അവരുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഒരു ഡെമോ ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വർക്കൗട്ട് റൈറ്റ് സൈഡ് ലെഗ് റൈസസ് ആണ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ലെഗിൻ്റെ ഔട്ടർ തൈയും നമ്മുടെ ഗ്ലൂട്ടും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഇത് സെയിം വർക്കൗട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡ് ലെഗ് റൈസസ് എന്ന് പറഞ്ഞ്. ഇത് ലെഫ്റ്റ് ലെഗിൻ്റെ ഔട്ടർ തൈയും ഗ്ലൂട്ടും ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ടയേർഡ് ആകുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ബട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കൊരു സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. സോ ഗിവ് അപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വർക്കൗട്ട് ബോഡി വെയ്റ്റ് സ്ക്വാട്ടാണ്. അപ്പോൾ ഈ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ തൈസും നമ്മുടെ വയറും എന്താ പറയുക, നമ്മളെ ഗ്ലൂട്ടും ഒക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വർക്കൗട്ട് സുമോ സ്ക്വാട്ട് ഹോൾഡ് ആണ്. സുമോ സ്ക്വാട്ട് പൊസിഷനിൽ നിന്നിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഈ സുമോ സ്ക്വാട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാല് പെയിൻ ആകാൻ തുടങ്ങും. അപ്പം നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. എത്രയൊക്കെ വേദന ഉണ്ടെങ്കിലും ഞാൻ ഈ 45 സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗിവ് അപ്പ് ചെയ്യൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ആ പെയിനിനെ ശരിക്കും ഒരു റിസൾട്ടായിട്ട് മാത്രം കാണുക. അങ്ങനെ ഒരു പെയിൻ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതെന്നുള്ളൊരു ബോധ്യം മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് വർക്കൗട്ട് നീ ടച്ചസ് ആണ്. ഓക്കെ, നിന്നുകൊണ്ട് നീസിനെ ടച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ്. ശരിക്കും നീ ടച്ചസ് ജമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ മോഡിഫൈ ചെയ്ത് സ്റ്റാൻഡിൽ തന്നെ ഓരോ കാലം മാറി മാറി ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അത്ര ഇൻറ്റൻസിറ്റിയിലേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പോകണ്ട. സദാപിന്നിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പോകുന്നത് അമൃത്സറിലെ കൺട്രി സൈഡ് ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ്. ഇവിടെ ഒരുവിധപ്പെട്ട ബ്രാൻഡിൻ്റെ എല്ലാ കളക്ഷനും ഉണ്ട്. പിന്നെ പൈസയും കുറച്ച് ചീപ്പാണ്, കാരണം ഇവിടെ തന്നെയാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചീപ്പാണ്. നമ്മൾ ഷോറൂമിൽ കിട്ടുന്നതിലും ചീപ്പായിട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്ട്സ് കിട്ടും. ഞാൻ ഈ വീഡിയോസൊന്നും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല കേട്ടോ. എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുത്ത വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്ഷനൊന്നും കാണില്ല. ഇവിടെ അവിടെയുള്ള ഔട്ട്ലെറ്റ്സുകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, മൊത്തത്തിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓഫേഴ്സ് ഉണ്ട്, എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇത് അവിടെ നിന്ന് ഞാൻ ബൂട്ട്സ് വാങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ച വീഡിയോ ആണിത്. പിന്നെ ഇവിടെ ഉള്ളത് നല്ല കഫേസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ബ്രാൻഡ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഈ പറഞ്ഞ സ്പോർട്സ് വെയറൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാനങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, പക്ഷേങ്കിൽ സ്പോർട്സ് വെയറിൽ ബ്രാൻഡഡ് എടുത്തു കഴിഞ്ഞാൽ കുറേ ലാസ്റ്റ് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളൊരു കഫേയാണ്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ളത്. നെക്സ്റ്റ് വർക്കൗട്ട് ഫോർവേഡ് ലഞ്ചസ് ആണ്. ഇത് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ തുടയിലെ മസിലുകളെയൊക്കെയാണ്. ഹാംസ്ട്രിങ്സിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റുള്ള ഒരു വർക്കൗട്ടാണ്. വളരെ സ്ലോ ആയിട്ട് ബാലൻസോട് കൂടിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ മുട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ ഫ്ലോറിൽ മുട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് തൊട്ടാൽ പോലും നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു ടച്ച് ചെയ്താൽ പോലും ആ ഒരു മുട്ടിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോകും. സോ മാക്സിമം ഹോൾഡ് ചെയ്ത് തിരിച്ചു വരാൻ നോക്കാം. ഈ വർക്കൗട്ടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നടു നിവർത്തി വേണം വർക്കൗട്ട് ചെയ്യാൻ. ഒരിക്കലും കുനിഞ്ഞ് വർക്കൗട്ട് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാൻഡിങ് ഒബ്ലിക് ക്രഞ്ചസ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ ലവ് ഹാൻഡിൽസിനൊക്കെ ടാർഗറ്റ് ചെയ്ത് വയറിൻ്റെ സൈഡിലെ കൊഴുപ്പിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ കാലിൻ്റെ മുട്ടുകൊണ്ട് എൻ്റെ കൈയിൻ്റെ മുട്ടിനെ ടച്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം എൻ്റെ കാല് കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് അത്ര ഉയരത്തിൽ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അത്ര ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപ്പർ ബോഡി കുറച്ച് താഴോട്ടേക്ക് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ ഫാറ്റിനെ ഇത് ടാർഗറ്റ് ചെയ്യും. ശരിക്കും വർക്കൗട്ട് ചെയ്ത് ശരീരത്തിനൊക്കെ ഭയങ്കര ടയർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഇന്ന് ഞാൻ ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നാളെയും ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം.
ക്രോസ് ബോഡി സ്റ്റാൻഡിങ് ടോയ് ടച്ച് എന്നാണ് നമ്മൾ ഈ വർക്കൗട്ടിനെ പറയുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഓപ്പോസിറ്റ് കാൽപാദം ടച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വയറിനെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം വയറ് ഭയങ്കരമായിട്ട് മടങ്ങും അത് ചെയ്യുന്ന സമയത്ത്. അപ്പം മാക്സിമം ഗീവ് അപ്പ് ചെയ്യാതെ അതങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. ഹിപ്പ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് നെക്സ്റ്റ്. ഹിപ്പ് സർക്കിൾസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ഒരു ഭാഗത്തേക്ക് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ഹിപ്പ് കൊണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു 10-12 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റും റൗണ്ട് ചെയ്യണം. അത് നിങ്ങളെ സൗകര്യം പോലെ. പക്ഷേ നമ്മൾ ഈ 45 സെക്കൻഡ്സ് പൂർണ്ണമായിട്ടും വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമായിട്ട് റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാൻഡിങ് ടോയ് ടച്ച് ആണ്. നമ്മുടെ തുടയുടെ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു വർക്കൗട്ടാണ്. വളരെ സ്ലോ ആയിട്ട് വേണം ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് പൊസിഷനിലേക്ക് വരേണ്ടത്. സ്പീഡിൽ ചുമ്മാ അത്രയും 45 സെക്കൻഡിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സ്പീഡിൽ ചെയ്യാൻ പാടില്ല. വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. അപ്പം മാത്രമേ നമ്മൾ മസിൽസൊക്കെ അറിയത്തുള്ളൂ. അഞ്ച് സെറ്റ് എക്സസൈസും കഴിഞ്ഞ് ലാസ്റ്റ് 1 മിനിറ്റ് ബ്രേക്കാണിത്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങളോട് ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അതാണ് 30 മിനിറ്റ്, 1 മിനിറ്റ് കുറവായിരിക്കും നമ്മളെ വീഡിയോന്. അപ്പം ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച എല്ലാ ടഫ്നെസ്സും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. സോ ഇത് ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ജിമ്മില്ലാത്ത സൺഡേ ഞാൻ 15,000 സ്റ്റെപ്സ് രാവിലെ 5:30 നടക്കാൻ പോയി തിരിച്ചു വരുന്നതിൻ്റെ വീഡിയോ ആണിത്. രാവിലെ സമ്മർ ആയതുകൊണ്ടാണ് ഇത്ര വെയിൽ. അപ്പം ദിസ് ഈസ് റിഗിന സൈനിങ് ഓഫ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.